വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലത്തെ ഡ്രൂബൻവിക് എന്ന് പറഞ്ഞ സിറ്റിയിലത്തെ ഒരു അടിപൊളി സിപ്പ് ലൈൻ റൈഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ സിപ്പ് ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ സിപ്പ് ലൈൻ ആണ് കേട്ടോ. ഇത് ആഡ്രിയാറ്റിക് സീയുടെ മുകളിൽ കൂടെയാണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 900 മീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള, അതായത് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു സിപ്പ് ലൈൻ ആണുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 175 സെൻറ്റിമീറ്റർ അബവ് സീ ലെവലാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിപ്പ് ലൈൻ റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഭയങ്കര സ്പീഡിലായിരിക്കും നമ്മൾ പോവുക. ഏകദേശം അപ് ടു 100 km/h വരെ ഇതിൻ്റെ സ്പീഡ് പോവാം കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷനും വെതറൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഓരോരുത്തരുടെ വെയിറ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര സ്പീഡിലാണ് പോകണമെന്ന് കാണാൻ പറ്റുക. അപ്പോൾ യുവിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സിപ്പ് ലൈൻസിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ സൂപ്പർമാൻ പൊസിഷനിലാണ് ഫ്ലൈ ചെയ്യാൻ പോണത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ഹാങ്ങിങ് പൊസിഷനിലൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഇവിടുത്തെ സേഫ്റ്റിനെ പറ്റിയൊന്നും കൺസേൺസ് വേണ്ട. കാരണം യുവിൻ്റെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം 100% സേഫ്റ്റി അഷ്യൂർ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു റൈഡ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എൻ്റെ സിപ്പ് ലൈൻ റൈഡ് സ്റ്റാർട്ട് ആവാണ്. നീതു, ബൈ ബൈ. We are going little bit lower. All good? Enjoy. Yeah, thank you. Welcome to the end. Thank you. Was it scary? No, it was really good. Not dangerous. Not dangerous. You can now just completely relax. I'm gonna do everything for you. So just completely let go of the rope and you can just place your hands here. Okay. I'm gonna stop the video. Excellent. അപ്പോൾ ആ ഒരു അടിപൊളി സിപ്പ് ലൈൻ റൈഡ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോണത് ഇവിടുത്തെ സ്കൈ സൈക്ലിംഗ് ആണ്. സ്കൈ സൈക്ലിംഗ്, സ്കൈ ബൈക്കിംഗ് എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ നമ്മുടെ ബുക്കിംഗ്സ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സ്കൈ ബൈക്കിങ്ങിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൈ ബൈക്കിംഗ് ഏരിയ കേട്ടോ. അപ്പോൾ സ്കൈ ബൈക്കിംഗ് എന്നും പറയാം, സ്കൈ സൈക്ലിംഗ് എന്നും പറയാം. നോർമലി ഇവിടെ യൂറോപ്പിൽ ബൈക്കിംഗ് എന്നാണ് പറയുക നമ്മളുടെ സൈക്കിൾ റൈഡ് ചെയ്യുന്നതിന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൂബൻവിക്കിലെ തന്നെ ടോപ്പ് അട്രാക്ഷൻസിലൊന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു സ്കൈ ബൈക്കിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഇത് ഡ്രൂബൻവിക്കിലെ തന്നെ വാൾ സിറ്റിയുടെ അവിടേക്കായിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു ഹിൽ ഏരിയയിലാണ് ഇങ്ങനൊരു പ്ലേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ, അതായത് ഇവിടുത്തെ ഈ ഒരു സീ സൈഡ് വ്യൂ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണുന്ന ആ ഒരു സിറ്റി ഏരിയ ഉണ്ടല്ലോ, അതാണ് ഡ്രൂബൻവിക്കിലെ തന്നെ ഏറ്റവും ടോപ്പ് അട്രാക്ഷൻസിൽ ഒന്നായിട്ടുള്ള ഡ്രൂബൻവിക്കിൻ്റെ വാൾ സിറ്റി ഉള്ളത്. ഒരുപാട് മൂവീസും സീരീസും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഭയങ്കര വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ഡ്രൂബൻവിക്ക് സിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കൈ ബൈക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്യണം. ചില സമയത്ത് ഓഫ് സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയിരിക്കില്ല. ഒരു 15 to 20 minutes ഒക്കെയാണ് ഓരോ ആളുകൾക്കും ഇവിടെ ഈ ഒരു സ്കൈ ബൈക്കിങ്ങിന് വേണ്ടി വരിക. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മളിങ്ങനെ അവർ റെഡി ചെയ്തിട്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ തന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ സൈക്ലിംഗ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് താഴേക്ക് നോക്കുമ്പോഴാണ് ആ ഒരു ഡെപ്തും ആ സൈഡിലുള്ള ഒരു സീ സൈഡൊക്കെ കാണുമ്പോൾ കുറച്ച് ടെൻഷൻ തോന്നാം. പക്ഷെ വളരെ സേഫാണ്. നമുക്ക് നല്ല രീതിയിലൊരു ബാക്ക് ഹാങ്ങിങ് ഉണ്ടാവും. 2 ഹാങ്ങിങ്സ് ഉണ്ട് മേലിലത്തെ ആ ഒരു വയറായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മൾ താഴേക്ക് ഈ ഒരു സൈക്കിളിൽ നിന്ന് താഴേക്ക് ചാടിയാലും നമ്മൾ താഴേക്ക് വീഴില്ല. കാരണം നമ്മൾ ഹാങ് ആയിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റി കൺസേൺസ് ഒന്നും വേണ്ട.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സൈക്ലിംഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അയാൾ നമ്മളെ തിരിച്ച് വിടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 സൈഡിലേക്കാണ് സൈക്ലിംഗ് വരിക. അങ്ങോട്ടും പോവാം, അതുപോലെ തന്നെ ഇങ്ങോട്ടും പോവാം കേട്ടോ. അപ്പോൾ നല്ല എക്സൈറ്റിംഗ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് കൈയൊക്കെ വിട്ട് വേണമെങ്കിൽ സൈക്ലിംഗ് ചെയ്ത് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല സേഫാണ്, നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഒരു പ്രോപ്പർ അഡ്വഞ്ചറസ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സിപ്പ് ലൈനിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്കൈ ബൈക്കിംഗ് ഇവിടെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സ്കൈ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് എന്നെ റെഡി ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് കാണാൻ പറ്റുക. അപ്പോൾ പ്രോപ്പറായിട്ട് അവർ നമ്മുടെ അടുത്ത് പറയും നമ്മൾ എന്തൊക്കെയാണ് സ്കൈ ബൈക്കിങ്ങിൻ്റെ സമയത്ത് ചെയ്യേണ്ടത്, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ വെയിറ്റൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സേഫ്റ്റി ഡ്രസ്സും ജാക്കറ്റും ഒക്കെയാണ് നമുക്ക് തരാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്ത് കിടക്കാനുള്ള ആ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇത് നമ്മുടെ വെയിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് അവർ തരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനില്ല. പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ട് ഹെൽമെറ്റൊക്കെ പ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്കൈ സൈക്ലിംഗ് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിളിലേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം തന്നെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റൊക്കെ ആ ഒരു സീറ്റിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എത്ര സ്പീഡിൽ സൈക്ലിംഗ് ചെയ്യണമെന്ന് ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് പേടി അല്ലെങ്കിൽ കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിയെ സൈക്ലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ കണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് സൈക്ലിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ടെൻഷൻ കൊണ്ട് താഴേക്കൊന്നും നോക്കാണ്ടിരിക്കരുത്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് സിപ്പ് ലൈൻ ചെയ്തപ്പോഴും നമ്മുടെ ഹെൽമെറ്റിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹെൽമെറ്റിലൊന്നും ക്യാമറ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അമേസിങ് വ്യൂ ആണ് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു സിറ്റി വ്യൂ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കേബിൾ കാർ ഉള്ളത്. അപ്പോൾ കേബിൾ കാറിൽ പോകുമ്പോഴും നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കൈ സൈക്ലിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ, കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യൂസും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറയായിരുന്നു. പക്ഷേ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഹെൽമെറ്റ് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞുമ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ വ്യൂസ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റിലൊക്കെ അപ്പുറത്തെ സൈഡിൽ എത്തിയിരുന്നു. അതിനുശേഷം അവർ നമ്മളെ ഈ ഒരു സൈക്കിൾ തിരിച്ചിട്ടിട്ട് നമ്മളെ തിരിച്ചു വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 to 2 മിനിറ്റ്സിൽ തന്നെ നമുക്ക് സൈക്കിൾ തിരിച്ചിട്ടിട്ട് നമുക്ക് ഇപ്പുറത്തോട്ടേക്കും സൈക്ലിംഗ് ചെയ്ത് വരാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു സ്കൈ ബൈക്കിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് €30 പെർ പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് അല്ല. പ്രത്യേകിച്ച് ഡ്യൂബൻവിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. കാരണം ഇത് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ടോപ്പ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ. നോർമലി ക്രൊയേഷ്യ അത്ര എക്സ്പെൻസീവ് അല്ല, പക്ഷേ ഈ ഒരു ഡ്യൂബൻവിക്ക് സിറ്റി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ €30 ഇങ്ങനെ ഒരു സ്കൈ ബൈക്കിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആണ് കേട്ടോ. പക്ഷേ നമ്മുടെ സിപ്പ് ലൈനിന് നമുക്ക് €90 ആയിരുന്നു. കാരണം അത് കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ രണ്ടും ശരിക്കും വർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിറ്റികളിൽ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാട്ടോ. അപ്പോൾ എൻ്റെ സ്കൈ ബൈക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ടോപ്പ് ഏരിയയിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു കേബിൾ കാറാണ്. ഈ ഒരു കേബിൾ കാറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു സിറ്റിയുടെ ടോപ്പ് വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേബിൾ കാർ റൈഡാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കേബിൾ കാർ റൈഡ് എടുത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കൈ ബൈക്കിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു പ്ലേസൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പ് വ്യൂ എൻജോയ് ചെയ്യാൻ ഇവിടെ ഒരു കേബിൾ കാർ ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു ഹിൽ സൈഡ് ഏരിയയിലാണ് നമ്മൾ ഈ ഒരു സ്കൈ ബൈക്കിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂബൻവിക്ക് സിറ്റിയുടെ തന്നെ ഒരു ടോപ്പ് സൈഡിലുള്ള ഒരു ഹിൽ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ടിവിറ്റീസ് മാത്രമല്ല ഇതുപോലെ കുറേ നല്ല വ്യൂ കാണാൻ പറ്റും. ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ മൗണ്ടൻ ഏരിയ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഇവിടുത്തെ ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂവും നമുക്കിവിടെ വന്നു
കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കേബിൾ കാർ അതുപോലെ തന്നെ ഈ ഒരു സ്കൈ ബൈക്കിംഗ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു അമേസിങ് വ്യൂസും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു പ്ലേസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു സീ സൈഡിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്രൊയേഷ്യ മൊത്തം കുറേ കടലുകൾ ഉള്ള ഒരു രാജ്യമാണ്. അതുപോലെ ഡ്രൂബൻവിക്ക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്രിയാറ്റിക് സീ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൊച്ചു കൊച്ചു ബീച്ചസൊക്കെ ഉള്ള ഒരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു പ്രൈവറ്റ് ബീച്ച് ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ബീച്ച് സൈഡിൽ ചെന്ന് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബീച്ച് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ഇപ്പം നമ്മൾ താഴേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീച്ച് ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും ബീച്ചിലിറങ്ങാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസാണിത്. അപ്പം നമ്മൾ ഈ ഒരു ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ് ഏരിയയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീച്ച് മാത്രമല്ല ഒരുപാട് സീ ഫുഡ് നമുക്ക് കഴിക്കാനും എൻജോയ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ബീച്ച് സൈഡിൽ ഇവിടുത്തെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടോ, അതൊരു ബ്ലൂ കേവ് ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ബ്ലൂ കളറിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടറാണ്. പിന്നെ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സീ ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ലോബ്സ്റ്റർ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ലോബ്സ്റ്ററാണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ലോബ്സ്റ്റർ ബർഗർ ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ സീ ഫുഡ് എൻജോയ് ചെയ്യാനും പറ്റിയൊരു പ്ലേസാണ് ഡ്രൂബൻവിക്ക് എന്ന് പറയുമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ വന്നാൽ കുറച്ച് സമയം നമുക്ക് ഈ ഒരു സീ സൈഡിൽ വെള്ളത്തിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സീ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ വെള്ളത്തിലിറങ്ങിയത്. കാരണം ഒരുപാട് വേവ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് വെള്ളത്തിലിറങ്ങാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സ്വിമ്മിങ് അറിയില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റോക്ക് സൈഡൊക്കെ ഉള്ള ഒരു ബീച്ചായിരുന്നു. താഴെ നോക്കിയാൽ നമുക്ക് കൊച്ചു കൊച്ചു കല്ലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സാൻഡി ബീച്ച് അല്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ നല്ല രസമാണ്. നമുക്ക് കുറച്ച് സമയം ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ ഈ ഒരു സീ സൈഡ് എക്സ്പീരിയൻസും നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു അടിപൊളി സിറ്റിയിലത്തെ ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ ഒരു അടിപൊളി സൺസെറ്റും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.